ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ആദ്യ ഉത്തരവിൽ കേരള പോലീസ് എഴുതിത്തള്ളിയത് 70 കേസുകളാണ്. മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഒ.ജെ. ജനീഷിന്റെ പേരിൽ പിണറായി പോലീസ് കെട്ടിച്ചമച്ച കേസുകളാണ് തള്ളുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി മന്ത്രിസഭയിലെത്തിയ ജനീഷിനായിരുന്നു സത്യപ്രതിജ്ഞാ വേദിയിലും താരമായി മാറിയത്. തൃശൂരിൽ KSU, യൂത്ത് കോൺഗ്രസ് എന്നിവയ്ക്ക് നേതൃത്വം നൽകി നാട്ടുകാർക്ക് പരിചിതനായ ഒ.ജെ. ജനീഷാണ് അപ്രതീക്ഷിത നിയോഗം വന്നു ചേർന്നത്. ഏറ്റവും അവസാനത്തെ നിമിഷമാണ് ജനീഷിന്റെ മന്ത്രിസ്ഥാനം തീരുമാനിച്ചത്. തൃശൂരിന് മന്ത്രിയില്ലെന്ന നിലയിൽ ആശങ്ക നിലനിൽക്കെയാണ് അപ്രതീക്ഷിത നീക്കം നടത്തി കോൺഗ്രസ് ഞെട്ടിച്ചത്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഇത്തവണ അട്ടിമറി വിജയം നേടിയാണ് ജനീഷ് നിയമസഭയിൽ എത്തിയത്. കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടനും രണ്ടാം തവണ ജയിച്ച സനീഷ് കുമാർ ജോസഫിനും മന്ത്രിസ്ഥാനം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. അതുണ്ടായില്ല. പിന്നീടാണ് ജില്ലയ്ക്ക് മന്ത്രിയില്ലെന്ന രീതിയിൽ പ്രചാരണമുണ്ടായത്. മന്ത്രിസഭയിലെ ജാതി സമവാക്യങ്ങളും ജനീഷിന് തുണയായി. മന്ത്രിയാകില്ലെന്നുറപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്നും മടങ്ങിയ ജനീഷിനെ ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വിളിപ്പിച്ചിരുന്നു. ജയിച്ചാൽ മന്ത്രിയാണെന്നുറപ്പിച്ച TN പ്രതാപൻ 126 വോട്ടിന് തോറ്റതോടെയാണ് KC ഗ്രൂപ്പുകാരനായ ജനീഷിന് നറുക്കുവീണത്. കഴിഞ്ഞ 2 മന്ത്രിസഭകളിലും മന്ത്രിമാരെ കൊണ്ട് സമ്പന്നമായിരുന്നു തൃശൂർ ജില്ല. റവന്യൂ, ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ പ്രമുഖ വകുപ്പുകളുടെ മന്ത്രിമാർ ജില്ലയിൽ നിന്നായിരുന്നു. 2016-21 കാലഘട്ടത്തിൽ C. രവീന്ദ്രനാഥ്, AC മൊയ്തീൻ, VS സുനിൽകുമാർ എന്നിവർ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായി. K. രാധാകൃഷ്ണൻ, K. രാജൻ, R. ബിന്ദു എന്നിവർ 2021 മന്ത്രിമാരായി. പാലിയേക്കര ടോൾ പ്ലാസയ്ക്കെതിരെ സമരം നയിച്ചാണ് ജനീഷ് കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നീണ്ട ആ നിയമയുദ്ധത്തിലൂടെ ടോൾ പിരിവിലെ ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ വിധി സമ്പാദിക്കാൻ ജനീഷിന് സാധിച്ചു. നാടകീയ സമരങ്ങളെ കേസുകൾ കൊണ്ട് നേരിടാനായിരുന്നു അന്ന് ഭരണകൂടം ശ്രമിച്ചത്. നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധത്തിൽ 21 ദിവസം ജയിൽവാസം അനുഭവിച്ചു. പാഠപുസ്തക സമരം ഉൾപ്പെടെയുള്ള വിവിധ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ 70ഓളം കേസുകളാണ് നിലവിലുള്ളത്. സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ കാരണം പാസ്പോർട്ട് തടയുന്നതടക്കം വെല്ലുവിളി നേരിടുന്നുണ്ട് ജനീഷ്. എന്നാൽ പുതിയ മന്ത്രിസഭയിൽ അംഗമായതോടെയാണ് കള്ളക്കേസുകൾ എഴുതി തള്ളുന്നത്. കൊടുങ്ങല്ലൂർ ഇടതുകോട്ടയാണെന്നും അത് തകർക്കാൻ പഴയ മുഖങ്ങൾക്ക് പോലും ആകില്ലെന്ന് LDFന്റെ വിശ്വാസമാണ് ഒ.ജെ. ജനീഷ് എന്ന കന്നിക്കാരൻ തകർത്തത്. 2 തവണ തുടർച്ചയായി CPIയുടെ MLA ആയ VR സുനിൽകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത്. ഒരുപക്ഷെ ജനീഷ് പോലും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ VD സതീശൻ മന്ത്രിസഭയിൽ അവസാന നിമിഷം ഇടം നേടിയതും വമ്പൻ ട്വിസ്റ്റിലൂടെയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും മന്ത്രിസഭയിലെത്തുമെന്ന് ജനീഷ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് ഒരുക്കം നടത്തിയതുമില്ല. വിളിച്ചപ്പോൾ തന്നെ കയ്യിൽ കിട്ടിയ വസ്ത്രമണിഞ്ഞ് കാറിൽ പുറപ്പെട്ടതാണ് ജനീഷ്. കൊടുങ്ങല്ലൂർ നഗരസഭയും പഴയ മാള മണ്ഡലത്തിലെ വെള്ളാങ്ങല്ലൂർ, പുത്തൻചിറ, മാള, പൊയ്യ, കുഴൂർ, അന്നമനട പഞ്ചായത്തുകളും ചേർന്ന കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ആദ്യ മന്ത്രിയാണ് ഒ.ജെ. ജനീഷ്. പുതിയ കൊടുങ്ങല്ലൂർ മണ്ഡലം രൂപം കൊണ്ട ശേഷം 2011 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ UDFിലെ TN പ്രതാപനും 2016-ലും 21-ലും LDFിലെ VR സുനിൽകുമാറും ഇവിടെ നിന്ന് MLAമാരായെങ്കിലും അവർക്കും മന്ത്രിമാരാകാൻ കഴിഞ്ഞില്ല. 1996-ൽ തട്ടകം മാറി പഴയ മാള മണ്ഡലത്തിൽ മത്സരിച്ച് UDFിലെ മേഴ്സി രവിയെ പരാജയപ്പെടുത്തിയ LDFിലെ VK രാജൻ കൃഷിമന്ത്രിയായിട്ടുണ്ട്. അന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയൊഴിച്ചുള്ള പഞ്ചായത്തുകളായിരുന്നു മാളയിൽ. പിന്നീട് 2006-ൽ കൊടുങ്ങല്ലൂർ നഗരസഭയും ഇപ്പോഴത്തെ കയ്പമംഗലം മണ്ഡലത്തിലെ എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം പഞ്ചായത്തുകൾ ഉൾപ്പെടെ പഴയ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് CPIയിലെ KP രാജേന്ദ്രൻ വിജയിച്ച് റവന്യൂ മന്ത്രിയായി. അവസരങ്ങൾ വന്നു ചേർന്നതാണെന്നും ഇതുവരെ ലഭിച്ച അവസരങ്ങളിൽ 100% സംതൃപ്തനാണെന്നും ഒ.ജെ. ജനീഷ് പറയുന്നുണ്ട്.